നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇവിടെ ഇപ്പോൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും അത് കേട്ട് ചെറിയൊരു ശബ്ദത്തിൽ സംസാരിച്ച് പ്രതികരിച്ച് പോകുന്നതല്ലാതെ എന്തെങ്കിലും ഒരു കാര്യം ചൂണ്ടിക്കാണിച്ചാൽ അതിന് ശക്തമായിട്ടുള്ള മറുപടി നൽകാനുള്ള തക്കതായിട്ടുള്ള ഒരു നേതാവ് ഇന്ന് കോൺഗ്രസിൽ ഇല്ല എന്നുള്ളൊരു ധൈര്യം മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ടോ എന്നൊരു സംശയമുണ്ട്. കഴിഞ്ഞ ദിവസം പോലീസ് സേനയിൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ തെറ്റ്, അതായത് ജനങ്ങളെ പലരെയും അവരുടെ സ്വന്തം താല്പര്യത്തിന് വേണ്ടി ഉപദ്രവിക്കുകയടക്കം ചെയ്യുന്ന പോലീസ് സേനയിലെ സംവിധാനങ്ങളുടെ പിഴവ് ചൂണ്ടിക്കാണിച്ചപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയത് ചരിത്രമെടുത്തുള്ള വിശദീകരണമായിരുന്നു. ഇന്നത്തെ കാലത്തുള്ള പോലീസ് സംവിധാനങ്ങൾ ഏറ്റവും ശക്തമാണെന്നും തെറ്റുകൾ ആവർത്തിക്കാൻ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ന്യായീകരണങ്ങൾ നിരത്തിയപ്പോൾ അതിൽ പ്രധാനമായിട്ടും കോൺഗ്രസിന്റെ ഭരണകാലത്ത്, പ്രത്യേകിച്ച് എ.കെ. ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് ഉണ്ടായിട്ടുള്ള വലിയ തെറ്റുകൾ ഒക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു വിശദീകരണമാണ് നൽകിയത്. ഇതോടുകൂടെ എ.കെ. ആന്റണി ഒരു തീരുമാനമെടുക്കുകയാണ്. ആരുമില്ല സംസാരിക്കാൻ എന്ന് കരുതിയിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയൻ മുന്നിലേക്ക് ശക്തമായിട്ടുള്ള മറുപടിയുമായിട്ടാണ് എ.കെ. ആന്റണി വരാൻ പോകുന്നത് എന്നുള്ള സൂചനകൾ പുറത്തുവരുന്നു. എന്തായാലും കുറെ കാലമായിട്ട് വിശ്രമത്തിലായിട്ടുള്ള എ.കെ. ആന്റണി ഇന്ന് മാധ്യമങ്ങൾക്ക് മുമ്പിൽ എത്തുമെന്നുള്ള തീരുമാനം അറിയിച്ചിരിക്കുകയാണ്. എന്താണ് എ.കെ. ആന്റണി മുഖ്യമന്ത്രിക്ക് നൽകുന്ന മറുപടി എന്നറിയാനുള്ള കാത്തിരിപ്പിലാണ് രാഷ്ട്രീയ കേരളം. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആരോപണങ്ങൾക്ക് ശക്തമായിട്ടുള്ള മറുപടി തന്നെയായിരിക്കും കോൺഗ്രസ് നേതാവ് മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള എ.കെ. ആന്റണി പറയുക എന്നതാണ് സൂചന. UDF ഭരണകാലത്തെ പോലീസ് അതിക്രമങ്ങൾ സംബന്ധിച്ച മുഖ്യമന്ത്രിയുടെ ആരോപണങ്ങൾക്ക് മറുപടി നൽകാൻ ഇന്ന് വൈകിട്ട് ഏകദേശം 5 മണിക്ക് എ.കെ. ആന്റണി വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ദീർഘകാലത്തിന് ശേഷമാണ് ആന്റണി ഇത്തരത്തിൽ രാഷ്ട്രീയ വിഷയത്തിൽ പ്രതികരിക്കാൻ വേണ്ടി മാധ്യമങ്ങൾക്ക് മുമ്പിൽ വാർത്താ സമ്മേളനം നടത്തുന്നതെന്ന് പറയുമ്പോൾ പറയാൻ പോകുന്നത് അത്ര നിസാരമായിട്ടുള്ള കാര്യമില്ല എന്നത് വ്യക്തമാണ്. പോലീസ് അതിക്രമങ്ങൾ സംബന്ധിച്ച അടിയന്തര പ്രമേയത്തിലുള്ള ചർച്ചയിൽ ചൊവ്വാഴ്ച സഭയിൽ മുഖ്യമന്ത്രി ചരിത്രം പറഞ്ഞതാണ് എ.കെ. ആന്റണിയെ ചൊടിപ്പിച്ചതെന്നതാണ് സൂചന. അടിയന്തരാവസ്ഥ കാലത്ത് UDF ഭരണത്തിന് കീഴിൽ പോലീസ് നടത്തിയ അതിക്രമങ്ങളെക്കുറിച്ച് മുഖ്യമന്ത്രി സഭയിൽ വിവരിക്കുകയടക്കം ചെയ്തിരുന്നു. എ.കെ. ആന്റണിയും കെ. കരുണാകരനും മുഖ്യമന്ത്രിമാർ ആയിരുന്നപ്പോഴുണ്ടായിട്ടുള്ള പോലീസ് അതിക്രമങ്ങളാണ് മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞിരുന്നത്. ആന്റണി മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ ശിവഗിരിയിൽ ഉണ്ടായിട്ടുള്ള പോലീസ് നടപടിയും അദ്ദേഹം പരാമർശിച്ചിട്ടുണ്ട്. ഇത് സംബന്ധിച്ചുള്ള മറുപടികളായിരിക്കണം ആന്റണിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത് എന്നതാണ് കരുതുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം പോലീസ് സംവിധാനങ്ങളിൽ വന്ന പാകപ്പിഴവുകളെ കുറിച്ച് ചൂണ്ടിക്കാണിച്ചപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് തെറ്റ് ചെയ്ത ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പോലും സംരക്ഷിക്കില്ല എന്നാണ്. അത്തരം വ്യക്തികൾക്കെതിരെ കർശന നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാനത്ത് നടന്നിട്ടുള്ള കസ്റ്റഡി പീഡനങ്ങളിൽ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഉപേക്ഷിക്കണമെന്ന UDF പ്രതിഷേധത്തിന് മറുപടിയായിട്ടാണ് ഇങ്ങനെയൊരു പ്രസ്താവന പിണറായി വിജയൻ നടത്തിയത്. 2023 കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ മർദ്ദിച്ച കേസിൽ കുറ്റാരോപിതനായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ മുഖ്യമന്ത്രി സർവീസിൽ നിന്ന് നീക്കം ചെയ്യുമോ എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചോദിച്ചിരുന്നു. ഈ ചോദ്യത്തിൽ മുഖ്യമന്ത്രിയുടെ വ്യക്തമായ ഉത്തരം ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് കോൺഗ്രസിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ പ്രതിഷേധത്തിന് വഴിയൊരുക്കിയത്. പ്രതിപക്ഷം സംഭവത്തിൽ നിയമസഭയിൽ ശേഷിക്കുന്ന നടപടികൾ ബഹിഷ്കരിച്ചുകൊണ്ട് ഇറങ്ങിപ്പോകുന്നതടക്കമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. സർക്കാർ ആ ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യുന്നതുവരെ 2 UDF MLA-മാരായിട്ടുള്ള സനീഷ് കുമാറും അഷ്റഫും നിയമസഭാ ഹാളിന് പുറത്ത് അനിശ്ചിതകാല സത്യാഗ്രഹം നടത്തുമെന്നും VD സതീശൻ പറഞ്ഞിട്ടുണ്ട്. പോലീസിന്റെ മോശം പെരുമാറ്റത്തെ ഒറ്റപ്പെട്ട സംഭവങ്ങളായി കാണുന്ന മുഖ്യമന്ത്രിയുടെ നിലപാട് സംസ്ഥാന ആഭ്യന്തര വകുപ്പിന്റെ പതനത്തിന് കാരണമാണെന്ന് കോൺഗ്രസ് നേതൃത്വത്തിൽ പ്രതിപക്ഷം നിയമസഭയിൽ അവകാശപ്പെടുന്നു. സംസ്ഥാനത്ത് നടന്നതായിട്ട് ആരോപിക്കപ്പെടുന്ന കസ്റ്റഡി ആക്രമണ സംഭവങ്ങൾക്കെതിരെ ഒരു അടിയന്തര പ്രമേയ നോട്ടീസ് നൽകുന്നതിനിടെ അങ്കമാലിയിലെ കോൺഗ്രസ് നിയമസഭാംഗം റോജി M. ജോൺ മുഖ്യമന്ത്രിയെയും ആഭ്യന്തര വകുപ്പിനെയും ആക്രമിച്ചതായിട്ടുള്ള വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്. ഈ ഒരു വിഷയത്തിൽ ഏറെ വിവാദങ്ങളിലായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിലും നിലപാട് അറിയിച്ചു എന്നതാണ് ഏറ്റവും വലിയ ശ്രദ്ധേയമാകുന്ന കാര്യം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഒരു വിഷയത്തിൽ ഇന്ന് കഴിഞ്ഞ ദിവസം മണിക്കൂറുകൾക്ക് മുമ്പ് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു. അദ്ദേഹം പങ്കുവച്ചിരിക്കുന്ന പോസ്റ്റിൽ പറയുന്നത് ഇപ്രകാരമാണ്. അതായത്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, പൊതുപ്രവർത്തകനും യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമായിട്ടുള്ള സുജിത്ത് കേസുകളിൽ പ്രതിയാകുന്നത് സ്വാഭാവികം. അത് അങ്ങ് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ ഈ സർക്കാരിനെതിരെ സമരം ചെയ്തതിന്റെ പേരിൽ 100-ലധികം കേസുകൾ പ്രതികളായിട്ടുള്ള സഹപ്രവർത്തകർ വരെയുണ്ട് യൂത്ത് കോൺഗ്രസ്. അത് രാഷ്ട്രീയ കേസുകളാണ്.
അതൊരാളെ സ്റ്റേഷനിലിട്ട് ക്രൂരമായി മർദ്ദിക്കാനുള്ളതല്ല, മാനദണ്ഡമല്ലല്ലോ. ആ മാനദണ്ഡം വെച്ചാണെങ്കിൽ അങ്ങ് കേസുകളിൽ പ്രതിയല്ലായിരുന്നു എന്നതാണ് ചോദ്യം. അങ്ങയുടെ ഒപ്പം പ്രവർത്തിക്കുന്ന മന്ത്രിമാർ പ്രതികളല്ലേ എന്ന് വീണ്ടും ഒരു ചോദ്യം. അങ്ങേ പിന്തുണയ്ക്കുന്ന ഭരണപക്ഷ MLA-മാർ പ്രതികളല്ലേ? അവരെയൊക്കെ സ്റ്റേഷനിലിട്ട് മർദ്ദിച്ചിട്ടുണ്ടോ എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിഷയത്തിൽ ചോദിച്ചിരിക്കുന്നത്. എന്തായാലും പോലീസ് സംവിധാനങ്ങളിൽ ഉണ്ടായിരിക്കുന്ന ഒരു പാകപ്പിഴവ് തന്നെയാണ് ഇവരൊക്കെ തന്നെ സംസാരിക്കുന്നത്, ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരമൊരു ഭാഗപ്പിഴവ് ചൂണ്ടിക്കാണിക്കുന്നതിനിടയിലും ഇന്ന് മറ്റൊരു വിഷയം കൂടെ സമാന രീതിയിൽ പുറത്തു വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് തിരുവോണ നാളിൽ റോഡിൽ കിടന്നതിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരു തെരുവിൽ കിടന്നതിന്റെ പേരിൽ അയാൾ കള്ളനാണ് എന്ന് ആരോപിച്ചുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ അയാളുടെ കാലിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചതായിട്ടുള്ള വാർത്തകളാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. അതായത് പോലീസ് യൂണിഫോം ഇട്ടാൽ വഴിയിൽ കാണുന്നവരെ അടക്കം എന്തും ചെയ്യാനുള്ള ലൈസൻസ് ആണ് അത് എന്ന് തോന്നുന്ന പോലീസ് ഉദ്യോഗസ്ഥരും നമ്മുടെ കേരളത്തിലെ സേനയിലുണ്ട് എന്ന് വ്യക്തം. അതിനിടയിലാണ് ചില രാഷ്ട്രീയ നേതാക്കന്മാരുടെ സപ്പോർട്ട് കൂടെ ആകുമ്പോൾ ഞങ്ങളാണ് ഇവിടുത്തെ രാജാവ് എന്ന് തോന്നുന്ന രീതിയിലേക്ക് പല ഉദ്യോഗസ്ഥരും പോകുന്നത് എന്ന തരത്തിലുള്ള കാര്യങ്ങൾ വ്യക്തമായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ മറുപടി, അതിനുള്ള വിശദീകരണം, അതിനുശേഷം AK ആന്റണി കൂടെ രംഗത്തെത്തുകയാണ്. കോൺഗ്രസിനെ അടക്കം താഴ്ത്തിക്കെട്ടിക്കൊണ്ട് ഇവിടുത്തെ പോലീസ് സിസ്റ്റം ശരിയാണ് എന്ന് പറയാനുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ധൈര്യം, അത് അടപടലം പൊളിയുന്ന തരത്തിൽ തന്നെയായിരിക്കും AK ആന്റണി നടത്താൻ പോകുന്ന പത്രസമ്മേളനത്തിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നുള്ള സൂചനകളാണ്. എന്തായാലും 5 മണിക്കാണ് ആ ഒരു പത്രസമ്മേളനം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത്.